എല്ലാവർക്കും എന്റെ നമസ്കാരം. ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ണിയപ്പം കഴിച്ചിട്ടുണ്ടാവും. ഇന്ന് ഒരു വെറൈറ്റി ഉണ്ണിയപ്പമാണ്. ഉള്ളി ഉണ്ണിയപ്പം. ഉള്ളി വെച്ചിട്ട് എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമാകും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പരിചയപ്പെടാൻ പോകുന്ന റെസിപ്പി ഉള്ളി ഉണ്ണിയപ്പം. നമുക്കെല്ലാവർക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയാം. എന്നാൽ ഉള്ളി വെച്ച് എങ്ങനെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം എന്നൊരു പുതിയ ഐറ്റം നമുക്ക് പരിചയപ്പെടാം. ഇതിലേക്ക് ആവശ്യമായി ആദ്യമായി നമ്മൾ എടുക്കുന്നത് അരിമാവ് ഇവിടെ 2 കപ്പാണ് നമ്മൾ ഉണ്ടാക്കുവാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പച്ചരി കുതിർത്ത് അതിനെ പൊടിച്ച് വറുത്തെടുത്ത് ഒട്ടും തരിയില്ലാതെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കുന്ന അതേ രീതിയിലുള്ള മാവാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 2 കപ്പ് മാവാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അടുത്തതായി സവാള. നമ്മളിവിടെ ഒരു 5 സവാളയാണ് എടുത്തിട്ടുള്ളത്. നല്ല കനം കുറച്ച് നൈസായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. അടുത്തതായി 2 മുട്ട നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് മാവിനും ഒരു 5 സവാള, ആ ക്രമത്തിലാണ് 2 മുട്ട എടുത്തിട്ടുള്ളത്. ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് 2 അല്ലെങ്കിൽ 3 മുട്ട അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ 2 കപ്പ് മാവിനും 5 സവാളയ്ക്കും കണക്കാക്കിയാണ് 2 മുട്ട ഇവിടെ എടുത്തേക്കുന്നത്. അടുത്തതായി ഒരു അരമുറി തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അരമുറി, അതിനകത്ത് തേങ്ങ മതി. ഈ തേങ്ങ ചിരകിയത് ഇവിടെ വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്. അല്പം രുചി കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇത് നമ്മൾ പിഴിഞ്ഞ് തേങ്ങാപ്പാൽ ഇതിലേക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നതാണ്. കുറച്ച് സോഡാപ്പൊടി, ഉപ്പ്, പാം ഓയിൽ. ഉള്ളി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വിധം നമുക്ക് നോക്കാം. ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന മാവ് നമുക്കിതിലേക്ക് ഒരു ബൗളിലേക്ക് എടുക്കാം. നേരത്തെ എടുത്ത 5 സവാള വളരെ നൈസായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കനം കൂടിപ്പോകരുത്. വളരെ കനം കുറച്ച് തന്നെ ഇത് അരിഞ്ഞെടുക്കണം. ഇത് നമുക്ക് ഈ 5 സവാള കനം കുറഞ്ഞ് അരിഞ്ഞത് നമുക്ക് ഈ മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ എടുത്ത ആ തേങ്ങ നമ്മളിവിടെ തേങ്ങാപ്പാലായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു കപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോഡാപ്പൊടി ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് വേണ്ട ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ട് അവരുടെ അളവിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ എടുത്ത 2 മുട്ടയും നമുക്കിതിലേക്ക് ചേർക്കാം. നമ്മുടെ അളവിനനുസരിച്ച് എടുക്കുക. ക്വാണ്ടിറ്റി കൂടുതലായി എടുക്കുന്നെങ്കിൽ അതിനനുസരിച്ച് 2 അല്ലെങ്കിൽ 3 മുട്ട വരെ നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്കിതിനെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉണ്ണിയപ്പത്തിന് വേണ്ടുന്ന എല്ലാ കൂട്ടും നമ്മളിവിടെ തയ്യാറായി കഴിഞ്ഞു. ആ മാവ് പരുവത്തിന് ഉപ്പുമിട്ട് സോഡാപ്പൊടി എല്ലാം ഇട്ട് നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം വെച്ചേക്കണമെന്നില്ല. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ഉണ്ണിയപ്പ ചട്ടി അടുപ്പത്തോട്ട് വെക്കുകയാണ്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരാൻ അല്പസമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. എണ്ണ ചൂടായോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് അല്പം ഇതിലേക്ക് ഇട്ട് നോക്കാം. നമ്മുടെ എണ്ണ ചൂടായി കഴിഞ്ഞു. നമുക്ക് ഈ മാവ് ഇതിലേക്ക് കോരി ഒഴിക്കാം.
സൈഡ് വേവുന്നതിന് വേണ്ടി നമുക്കിതിനെ ഓരോന്നായിട്ട് മറിച്ചിടാം. അപ്പോ ഉണ്ണിയപ്പം അല്ല ഉള്ളി ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നിങ്ങൾ കണ്ടു. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഉള്ളി ഉണ്ണിയപ്പം. വൈകുന്നേരം ചായയോട് കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വേഗം പെട്ടെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അത് വളരെ കുറച്ച് സാധനങ്ങൾ മതി ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങള് കമന്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. നിങ്ങൾ ഉറപ്പായും ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ ചാനലിന്റെ വളർച്ചയ്ക്ക് നിങ്ങളും ഒരു പങ്കാളിത്തം വഹിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.